മതി ഇത് കഴിച്ച മോളെ എന്താ അമ്മ ഇത് ഞാനും ഇവനും കൂടി വാരിയിടാം മോളെ. മോള് പോയിട്ട് ചായക്ക് എന്തേലും ഉണ്ടാക്കി. ശരിയാ, ചെല്ല് ചെല്ല്. ഞാൻ പോയി ചായക്ക് ആ ഉണ്ടാക്കാം. ഞങ്ങള് വാരിയിടാം. ഓ ഇവള് ഇന്ന് ഈ പഴം വെച്ചിട്ട് തന്നെയാണോ ഉണ്ടാക്കാൻ പോണേന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവൂലേ. പഴം വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കാന്ന് അറിയോ. അപ്പൊ അതേ നമ്മൾ ഇന്നത്തെ വെറൈറ്റി ഉണ്ടാക്കാൻ പോണത് പഴം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ അതേ നമ്മൾ പഴം പുഴുങ്ങാനായിട്ട് വെച്ചു. അതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്കുള്ള ഒരു കൂട്ട് റെഡിയാക്കി എടുക്കാം. അതിനിതേ നമ്മളിവിടെ ഒരു കുറച്ച് നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കുറച്ച് നട്ട്സും കുറച്ച് മുന്തിരിയൊക്കെ ഇട്ട് ഒന്ന് വറുത്തെടുത്തു. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കായ പൊടിയും പിന്നെ കുറച്ച് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര. ഞാനിപ്പോ ഇവിടെ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതെല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അത് കൊത്തി പൊരിച്ചെടുത്ത് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മളുടെ പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ചൂടോടെ തന്നെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ട്ടോ. അരിപ്പൊടി ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇതേ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ കുഴച്ചെടുത്തതിന് കുറേശ്ശെ ചെറിയ ഉരുളകളാക്കി എടുത്ത് കയ്യിലേക്ക് വെച്ച് പരത്തിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് അതിലേക്ക് വെച്ച് കൊടുത്ത് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിന് നമുക്കത് ഉരുട്ടിയെടുക്കാം ട്ടോ. ഞാനിപ്പോ അത് ഏകദേശം ഈ ഒരു ഷേപ്പിനാണ് ട്ടോ ഉരുട്ടിയെടുത്തേക്കണത്. വലിയ ഷേപ്പ് ആക്കാൻ നിൽക്കാനുള്ള സമയം എനിക്കില്ല. അപ്പൊ അതേ നമ്മൾ അത്യാവശ്യം ഈ ഒരു ഷേപ്പിന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ദേ നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുത്ത് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഉള്ളിലത്തേക്ക് നന്നായിട്ട് വെന്തിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് പുറമെ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ മതി. അപ്പൊ അതേ നമ്മൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വെറൈറ്റി സ്നാക്സ് ഇത് ഇവിടെ റെഡിയാണ് കേട്ടോ. നമുക്കിതില് പഴത്തിൽ അരിപ്പൊടി ചേർക്കാണ്ട് ഉണ്ടാക്കുന്നവരുണ്ട്. ഞാനിപ്പോ ഇവിടെ അരിപ്പൊടി ഇത്തിരി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. എന്നാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അമ്മേ ആ ബാ. എന്നിട്ട് പഴയ കാലത്ത് ടീച്ചിങ് ടേസ്റ്റ് ഉണ്ട്. ക്യാഷിനോട്ടൊക്കെ പഴയ കാലത്ത് ടീച്ചിങ് ഉണ്ടാക്കില്ല ഇങ്ങനെ അതാന്ന് വിചാരിച്ചു. സൂപ്പറായിട്ടുണ്ട്. കിട്ടിയത് തിന്നാ കുറ്റം പറയണ്ട. അണ്ടിപ്പരിപ്പാ അണ്ടിപ്പരിപ്പുണ്ട്, മുട്ടയുടെ ഉണ്ട്. ആഹാ സൂപ്പർ. എന്തായാലും നന്നായിണ്ട് കാര്യം. ടേസ്റ്റ് ഉണ്ട്. അത് മൊത്തം എടുത്ത് വായിലേക്ക് ഇട്ടാ ഇവിടെ ചൂടോണ്ട് തിന്നാൻ പറ്റണില്ല. ടേസ്റ്റ് ഉള്ളതുകൊണ്ടാ അമ്മ.